ഹലോ ഗൈസ്, ഇന്ന് ഫെബ്രുവരി 1 വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് നമ്മള്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും ഫെബ്രുവരി 1 തന്നെയായി. അപ്പൊ സാറ്റർഡേ ആയതുകൊണ്ട് ഞാനും ജാനും ഇഷാനി എല്ലാവരും വന്നു. അപ്പൊ എനിക്ക് എന്താ ആഘോഷം? എനിക്കും ആഘോഷങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ അച്ഛനൊരു കേക്കെല്ലാം വാങ്ങി ഞങ്ങളൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ കേക്ക് മുറിക്കലായി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടാൻ രണ്ട് പേരെ കുട്ടികളുണ്ടായിരുന്നു. ആൾക്ക് ഹാപ്പി ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ നടത്തി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ജാനുവിന്റെ വകയാണ് കേക്കിന്റെ കൊടുക്കല്. അത് നിഷാനിക്ക് ഒരു വായ കൊടുത്തു, അമ്മൂമ്മയ്ക്ക് ഒരു വായ, ആൾക്കൊരു വായ, പിന്നെ അച്ഛന്, എനിക്ക്, അങ്ങനെ ഓരോരുത്തർക്കായിട്ട് വെക്കും. ഇത് KRന്ന് പോയിട്ട് വാങ്ങിയതാട്ടോ. പിള്ളേർക്ക് എന്തായാലും കേക്കിനോട് നല്ല താല്പര്യമില്ലായിരുന്നു. അതങ്ങനെ ബാക്കിയൊന്നും ആവില്ല ഇവിടെ. പിന്നെ അതാ എൻ്റെ ഫേവററ്റ് ഗുലാബ് ജാമുൻ. അപ്പോൾ ഈ ഗുലാബ് ജാമുനും നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അച്ഛന് എൻ്റെ വക സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഗുലാബ് ജാമുനാണ് ഞാൻ സ്വീറ്റ്സ് ആയിട്ട് അച്ഛന് കൊടുത്തത്. അച്ഛൻ ഒരുപാട് വർഷങ്ങൾ ദുബായിലായിരുന്നു. അപ്പൊ അന്നൊന്നും ഞങ്ങൾക്ക് അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. എന്നാലും അച്ഛൻ്റെ സന്തോഷത്തിന് ഞങ്ങൾ ഇവിടെ കേക്ക് മുറിക്കെങ്കിലും ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കലൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട്, കൊല്ലങ്ങളായിട്ട്, ഒരു 5-8-10 കൊല്ലമായിട്ടേ അച്ഛൻ നാട്ടിലുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ആഘോഷിക്കാണ്ടിരിക്കല്ലേ അച്ഛൻ്റെ ഒപ്പം. എത്ര കൊല്ലങ്ങളാണെന്നറിയോ ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഈ ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ നവീൻ ഉണ്ടായിരുന്നില്ല. അവന് തിരുവനന്തപുരത്താണ്, ജോലിയുണ്ട്, അവന് അതിൻ്റെ ഒപ്പം പഠിക്കണമുണ്ട്. അപ്പൊ അത് കാരണം അവന് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. അതല്ലെങ്കിൽ അവനും കൂടി ഉണ്ടാവുമായിരുന്നു കേട്ടോ, കേക്ക് മുറിക്കാനും കഴിക്കാനും. അപ്പൊ ഇതാ കേക്ക് മുറിച്ചെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഓരോരോ പീസ് വെച്ച് കഴിച്ചു. ദാ ഇഷാനിയുടെ കഴിക്കലിന്റെ ഭംഗി കാരണം അപ്പൂപ്പൻ വേഗം ഇഷാനിയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴിച്ചു, ഇരുന്നു. ദാ പ്രയാഗ്രാജില് മഹാകുംഭമേള പോയതിന്റെ പിക്ചേഴ്സൊക്കെ കാണിച്ച് അച്ഛനും മോനും കൂടി ഇരിക്കുകയാണ്. ഇതാ അമ്മ ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ സദ്യയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അമ്മയ്ക്ക് അങ്ങനെയാണ് സന്തോഷം. അമ്മയ്ക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അമ്മ ഉണ്ടാക്കിയ ഫുഡെല്ലാം കഴിച്ചു. ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഷാനിക്കും ജാനുവിനും ഒക്കെ ഓരോരോ ഇല വേണം. അവർക്ക് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇഷാനി ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ അപ്പൂപ്പൻ, പണ്ട് വീട് വിറപ്പിച്ചിരുന്ന അപ്പൂപ്പൻ, ദാ അമ്മമാര് പേരക്കുട്ടിയുടെ മുന്നിൽ കുറച്ച് കളിയൊക്കെ കാണിച്ച് ചിരിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ഭക്ഷണം സദ്യ കഴിച്ചു ഞങ്ങള്. ഇഷാനി പക്ഷെ സദ്യ കഴിച്ചപ്പോ പായസത്തിന്റെ ഒപ്പം കൂട്ടിയാ കഴിക്കുക. അപ്പൊ പണ്ടമ്മ പറഞ്ഞു ഞാനും പണ്ട് പായസത്തിന്റെ ഒപ്പമാണ് ചോറ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛനെ കാണാനില്ല. അച്ഛൻ എവിടെയെന്ന് വെച്ച് പറമ്പിൽ നോക്കിയപ്പോ നട്ടുച്ചയ്ക്ക് പറമ്പ് നനയ്ക്കാണ് അച്ഛൻ. അതങ്ങനെ കുറച്ച് എന്റർടൈൻമെന്റുകള്. അച്ഛനെ കാണാണ്ട് അന്വേഷിച്ച് നടന്നിട്ട് അമ്മയും ഞാനും ഒക്കെ നോക്കിയപ്പോഴാണ് ഇതാ ഉണ്ടിരിക്കണതായിരിക്കും ഒരു വിളി തോന്നുന്നു പറഞ്ഞ അമ്മയുടെ ഡയലോഗ്. അപ്പൊ അവരായി അവരുടെ പാടായി, നമ്മളതിൻ്റെ ഒന്നും ഇല്ല. അച്ഛനും അങ്ങനെ ഒരു സന്തോഷം. അങ്ങനെ ഉച്ചനനയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അച്ഛനും ഇഷാനിയും കൂടി കുറച്ചു നേരം മൊബൈലെല്ലാം നോക്കി. ഇതാ ജാനുവിന്റെയും ഇഷാനിയുടെ ആർട്ടാണ് ഈ കാണുന്നത്. അമ്മ വാങ്ങിച്ചു കൊടുത്ത സ്ലേറ്റില് ജാനുവിന്റെ വക ആർട്ട്. അപ്പൊ ഇഷാനിയുടെ ആർട്ട് കഴിഞ്ഞു കേട്ടോ, അത് പോയി. അമ്മമ്മ കാണിക്കാൻ പോയപ്പോഴേക്കും അതൊക്കെ മാഞ്ഞു പോയി. ഇനിതാ കുറച്ചേരം കഴിഞ്ഞു, ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാറായി. ഇഷാനിക്ക് അപ്പൂപ്പന്റെ അടുത്തുനിന്ന് പോരേ വേണ്ട, അവൾക്ക് വരുന്നില്ല എന്നവള് പറയണ. പോവാം, വാ 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 പോയാലോ, കാട്ടുവാ. അമ്മ ചോദിക്കുന്നത് ഞാൻ എന്തെങ്കിലും മറന്നു വെച്ചോന്ന്. കാരണം ഞാൻ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഇവിടെ വെച്ച് മറക്കാറുണ്ട്. അപ്പൊ ദാ രണ്ടുപേർക്കും സ്നേഹപ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കംപ്ലൈന്റ് ആണ്. അപ്പൊ രണ്ടുപേർക്ക് ആവശ്യത്തിന് സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞ് ദാ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആണെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിലും അച്ഛനും അമ്മയും എല്ലാം ഞങ്ങൾ എല്ലാവരും ഹാപ്പി. അങ്ങനത്തെ നമ്മുടെ ഒരു സന്തോഷം അല്ലേ, എല്ലാവരും ഹാപ്പി ആവട്ടെ. അപ്പൊ ഇനി നേരെ കൊടകരയിലേക്ക് പോവാണ്. കൊടകരയിൽ നേരെ പാലക്കാടേക്ക് പോകണം. അപ്പൊ അതാ ഇഷാനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. വിഷമവും മാത്രമല്ല, സദ്യ കഴിച്ചതിന്റെ പശുവിനൊക്കെ ഉണ്ട്. ഇനി നേരെ പാലക്കാടേക്കാണ്. അപ്പോൾ പാലക്കാട് വിശേഷങ്ങളായിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കണം. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ ഗൈസ്.